പേരുടെ സ്നേഹം കിട്ടിയാലും നിനക്ക് മതിയാകിയല്ല. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം ആരാന്നറിയാവോ? ഉദാഹരണം ആരാന്നറിയാവോ? സോളമൻ രാജാവ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു രാജാവിനെ? ആരുടെ മകനാ അത്? ദാവീദിന്റെ മകൻ. ദാവീദിന് ആ മകൻ എങ്ങനെയാ ഉണ്ടായത്? ആ വ്യഭിചാരം ചെയ്ത സ്ത്രീയിൽ നിന്നും ഉണ്ടായ മകനാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് ഒരു സ്ത്രീയോടെ വ്യഭിചാരം ചെയ്തുള്ളൂ, അല്ലേ? ദാവീദ് ഒരു സ്ത്രീയോടെ വ്യഭിചാരം ചെയ്തുള്ളൂ. ആ വ്യഭിചാരിക്ക് ഒരു മകനുണ്ടായപ്പോൾ ആ മകൻ 1000 സ്ത്രീകളോടൊത്ത് വ്യഭിചാരം ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് സോളമൻ. 1000 സ്ത്രീകളെ ഉപയോഗിച്ചിട്ടും അവന് മതിയായില്ല. അതാണ് മനുഷ്യന്റെ. നിനക്ക് ഈ ലോകത്തിൽ ആരുടെയൊക്കെ സ്നേഹം കിട്ടിയാലും നിന്റെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രം നിനക്ക് സൗഖ്യം തരാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പാപത്തിന് പിന്നിലെ അടിസ്ഥാന കാരണം എന്താണ്? സ്നേഹം കിട്ടിയില്ല എന്ന ദുഃഖമാണ്. ആ ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ ലോകത്തിൽ നിന്നും സ്നേഹം പിടിച്ചു വാങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് സദാചാരബോധവും പിന്നെ നാട്ടിൽ ഉള്ള നിയമത്തിൻ്റെ ബലവും ഒക്കെ ഉള്ളത് കാരണം നമ്മൾ അധികം അതിക്രമമൊന്നും കാണിക്കണില്ല. പ്രൈസ് ദി ലോർഡ്. ചെറുപ്പത്തിൽ കുടുംബത്തിലായിരുന്നപ്പം സ്നേഹം കിട്ടിയിട്ടില്ല എന്ന, ഞാൻ സ്നേഹിക്കപ്പെട്ടിട്ടില്ല ഈ ദുഃഖത്തിൽ കഴിഞ്ഞ മകളാണ് നീ എങ്കിൽ, നീ വിവാഹം ചെയ്ത് ഭർത്താവിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന് നീ സ്വൈര്യം കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? നീ വിവാഹം കഴിഞ്ഞ് വരുമ്പം നിന്റെ ഭർത്താവിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല, ചെറുപ്പത്തിൽ കിട്ടാതിരുന്ന സ്നേഹം കൂടെ ഈ മനുഷ്യനിൽ നിന്ന് കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എത്ര സ്നേഹിച്ചാലും നിനക്ക് തൃപ്തി വരികയില്ല. എപ്പോഴും പരാതിയാണ്. ഭർത്താവിനെ കുറിച്ച് എപ്പോഴും പരാതിയാണ്. ഈ മനുഷ്യൻ എന്നെ ഒന്ന് ചൊവ്വേ നേരെ സ്നേഹിച്ചിട്ടുണ്ടോ? നോക്ക്, അപ്പുറത്തെ വീട്ടിലെ ആ ചേട്ടൻ ആ ഭാര്യയെ എത്ര കൈവെള്ള വെച്ചുകൊണ്ടാണ് നടക്കുന്നത്, കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഞാൻ എന്തിനാണോ പെണ്ണ് കെട്ടിയെന്ന് മനസ്സിലാകണില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരാതി ഒഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസം പോലും ഇല്ല നിനക്ക്. കാരണം എന്താണ്? നിന്റെ പരാതികളുടെ കാരണം എന്താണ്? നിന്റെ ഉള്ളിലെ തോന്നലാണ്, ഞാൻ സ്നേഹിക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പുരുഷന്മാർക്കും ഉണ്ടാകും. പുരുഷന്മാർക്കും ഇതുപോലെ തന്നെ തോന്നുകയാണ്, സ്നേഹിക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നലോടുകൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുന്ദരമായി എന്ന് ആഗ്രഹിച്ചാണ് വിവാഹ ജീവിതം പ്രവേശിച്ചത്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്ത്? അവൻ ആഗ്രഹിച്ച പോലെ ഈ പെങ്കൊച്ചിന് പ്രേമിക്കാൻ പറ്റണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവൻ ആഗ്രഹിച്ച എന്താണ്? ഇവന് ചെറുപ്പത്തിൽ അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹമൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല. അതും കൂടെ കിട്ടുമെന്ന് വിചാരിച്ചാണ് നിന്നെ അയാൾ പ്രേമിച്ചതിൻ്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ ഡിമാൻഡ് എന്തോരാ? ഇത്രയും ഡിമാൻഡാണ്. സ്നേഹം, ഇത്രയും സ്നേഹം കിട്ടണം. ഭാര്യയുടെ സ്നേഹം പ്ലസ് അമ്മയുടെ അപ്പൻ്റെയും സ്നേഹം, ഇത്രയും സ്നേഹം, ടോട്ടൽ ഇത്രയും സ്നേഹം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. പാപം ഈ പെങ്കൊച്ചി ഇത്രേ കൊടുക്കണുള്ളൂ. അപ്പോൾ എന്തായി? മാർക്കറ്റ് കൊളാപ്സായി. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇല്ല.
ഇക്കണോമിക്സ് തിയറിയാണ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയും. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇല്ലെങ്കിൽ മാർക്കറ്റ്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൽ പ്രശ്നമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും നിനക്ക് ഭാര്യയെ പറ്റി കുറ്റം മാത്രമേ ഉള്ളൂ. എന്തിനു കൊള്ളാൻ നിന്നെ? എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം നിന്നെ പ്രേമിക്കാൻ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചെയ്യണ പോലെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടിയാണ്. ഇത് കല്യാണം കഴിക്കുന്ന സമയത്ത് വേറൊരാളെ പറ്റി ചിന്തിക്കാൻ പോലും അവകാശം കിട്ടിയില്ല എനിക്ക് എന്നിപ്പോൾ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലേ? വീട്ടിൽ മുട്ട മുഴക്ക്. ഞാൻ ഈ പറഞ്ഞൊക്കെ ശരിയല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ പറഞ്ഞൊക്കെ ശരിയല്ലേ? ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.